ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ജ്യൂസി ബർഗറിൻ്റെ റെസിപ്പി എൻ്റെ സ്പെഷ്യൽ ബർഗറാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെക്കാതെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഇതിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതല്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ജ്യൂസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ബർഗർ ബന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ബർഗർ ബന്നൊക്കെ നമുക്ക് എല്ലാ ഷോപ്പിലും ഇപ്പോൾ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതൊരു സ്റ്റെയിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ അതിൽ നിന്നും ആ ബർഗറിൻ്റെ ഒരു അടിഭാഗത്ത് ആ ഒരു പീസ് മാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മെയ്തായിട്ട് ഞാൻ ഇതാ ലെറ്റൂസാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാ കേബേജാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കേബേജ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ സവാളൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഇട്ടിട്ട് കഴിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ തക്കാളിയും സവാളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു ബർഗറിൽ ശരിക്കും നമ്മളതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഈ ഒരു ലെറ്റൂസും ചിക്കനും മാത്രമേ ചീസും മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ 3 ബെന്നിൻ്റെ മേലായിട്ട് കേബേജ് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മീതായിട്ട് ഞാൻ ചിക്കൻ്റെ ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചീസാണ് വേണ്ടത്. അപ്പോൾ സ്ലൈഡ് ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ പാക്കറ്റിലൊരു 4-5 എണ്ണമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അത് അതിൽ ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൽ നിന്നും ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത് വെച്ചാൽ കുറച്ച് മുന്നേ തന്നെ പുറത്തേക്ക് വെക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ഇങ്ങനെ അതിങ്ങനെ പൊട്ടി പോവുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും കുറച്ച് മുന്നേ ആയിട്ട് തന്നെ നമ്മളിത് പുറത്തേക്ക് വെക്കണം. അപ്പോൾ അത് ഞാൻ 3 ബെന്നിൻ്റെ മേലായിട്ട് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീതായിട്ട് നമുക്കിതാ ബന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇഡ്ഡലി തട്ടില്ല, അത് ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം മേൽക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിക്കാണ്. ഇതിൻ്റെ മീതായിട്ട് ഞാൻ എന്താ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അതിലാണ് നമ്മൾ ഈ ഒരു ബർഗർ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റോളം മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബർഗറൊക്കെ നല്ല അതിൻ്റെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു ബർഗറാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ആവിയിൽ വേവിച്ചെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ടേസ്റ്റിന് ഒട്ടും കുറവൊന്നുമില്ല. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ബർഗർ തന്നെയാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ബർഗറിനെക്കാട്ടി സോഫ്റ്റാണ്. ഈ ഒരു ബെന്നൊക്കെ എന്തൊരു സോഫ്റ്റാണെന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബന്നാണ് കേട്ടോ. നമ്മളത് ഒന്ന് ആവി കയറ്റിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബർഗറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും ബൈ.